ശരിക്കും ഞാൻ എന്താ വിളിക്കണ്ട അപ്പൊ? ചാക്കോച്ചെന്ന് വിളിച്ചു. അല്ല അല്ല, അക്ഷയ എന്താ ബോബനെന്ന് വിളിക്കുന്നത് വിളിച്ച ശരിക്ക്? കുഴപ്പമില്ല. ലാലേട്ടൻ ഞാൻ ബോബനെ ചാക്കോച്ചാന്ന് വിളിച്ചാൽ വിളിക്കണേ. അപ്പൊ ഞാൻ ചാക്കോച്ചാന്ന് വിളിക്കാന്. അതെ. ശരി. ഞാൻ എപ്പോഴും ഓക്കെ. നേരെ പെട്ടെന്ന് ബോബൻ എന്ന് വിളിക്കാറ്. പണ്ട് വലിയ പിന്നെ അങ്ങനെ അതല്ലേ പേര്. ബോബൻ അല്ല, ഇത് കുഞ്ചാക്കോ ബോബൻ രണ്ടുപേരും കൂടെ ഇട്ട് അപ്പന്റെ അപ്പൂപ്പന്റെ പേരാ. പുള്ളിക്കൊരു പേരില്ല. ഈ പുള്ളിക്കൊരു പേരില്ല. എനിക്ക് ഡിക്ക് ഒരു പേരിട്ട് തന്നിട്ടുണ്ട്, ചാക്കോ മാഷ്. ശരി, അപ്പൊ ചാക്കോച്ചൻ എന്താ ചോദിക്കാമല്ലോ മമ്മൂട്ടിക്കടുത്ത്? അതെ, പുള്ളി അല്ല, ഞാൻ പറഞ്ഞ പ്രേക്ഷകർക്ക് എന്താണ് ചോദിക്കാനുള്ളത് അത് നോക്കിയിട്ട് മമ്മൂക്ക പറയണമെന്നുള്ളതായിരുന്നു. അത് പറഞ്ഞ വിട്ടേക്ക്. ചോദിച്ചോളൂ. ചോദിക്ക്. ഇടക്കിടക്ക് ഹൈ കൊടുക്കും, ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാനോ? ഹലോ 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 ഹലോ. പ്രേക്ഷകനായിട്ട് ഞാൻ ചോദിക്കണോ? എങ്ങനെ വേണം ചോദിക്കാം. ഓക്കെ. ഇതിൽ ആരാണ് ശരിക്കും ഹീറോ? ചാക്കോച്ചനോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ചാക്കോച്ചനാണ് ഹീറോ. പാട്ട്, ഡാൻസ്, ഫൈറ്റ്, ഒരു ഡയലോഗ് ഒക്കെ ഉള്ള ആള് ചാക്കോച്ചനാ. ഡ്രൈവിംഗ്, റേസിംഗ്, എന്തെല്ലാം പരിപാടികളാണ്. അല്ലേ ലാലെ? നമുക്ക് ഈ പറയുന്ന അല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിലെന്തറിയാ, ഇതിൽ എല്ലാവരും ഹീറോകൾ തന്നെയാണ്, എല്ലാവരും വില്ലന്മാരും തന്നെയാണ്. അങ്ങനെയാണല്ലോ, എല്ലാവരും എനിക്ക് ഹീറോകൾ തോന്നുന്നത് തന്നെയാണ്. ശരിക്കും ഈ ജെൻസി ജനറേഷൻ ഉണ്ടല്ലോ, അവര് ശരിക്കും നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു സിനിമ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ്, ഒരു പുതിയൊരു സിനിമ, നിങ്ങളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ജെൻസി ജനറേഷൻ ആദ്യമായിട്ടായിരിക്കും തിയേറ്ററിലേക്ക് കാണാൻ പോകുന്നത്. അപ്പം ജെൻസി കഴിഞ്ഞിട്ട് വേറെ അടുത്തത് വന്നില്ലേ? ആൽഫയോ? ജൻ ആൽഫ. എന്നാ പിന്നെ അവരും എനിക്കൊന്ന് അവർക്കും കൂടെ കേട്ടർ ചെയ്യുന്ന ഒരു വിഷയവും കൂടെയാണ് നമ്മള്. അല്ല, അവരിപ്പോ ഓൾറെഡി ഇപ്പൊ ജനിക്കുമ്പോഴേ ഇതുമായിട്ടല്ലേ വരുന്നേ ഓരോരുത്തർ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ. എപ്പോഴും അതുമായിട്ടാണല്ലോ നോക്കുന്നത്. അത് കൈ കൊടുത്തില്ലേ കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ട്. അപ്പോ അതല്ല, അവര് ഒരുപാട് സിനിമകള് നമ്മളെ പിന്നെ ചില റീലുകളും അല്ലെങ്കിൽ വീഡിയോകളോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർക്ക് ആദ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആ ഏജിലുള്ള കുട്ടികൾ ഈ സിനിമ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കാം. പിന്നെ അതിന്റെ ഒരു കണ്ടന്റ് വൈസും ഇത് ശരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയും കൂടെ ആണ്. ആ സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ, ആ ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു കഥ കൂടാണ് ഇതിന്റെ പുറകിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാ, എല്ലാ ജനറേഷനും, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കുട്ടികളും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോ ഇനിയിപ്പോ ആളുകൾ സിനിമ കാണട്ടല്ലേ? ഹലോ, കേക്കാവോ? കേൾക്കാമോ? എനിക്ക് കേക്കാം. കേക്കാവോ? കുറച്ച് ബ്ലർ ആയിട്ടുണ്ട് ഇമേജ്. കിട്ടിയോ? ഓക്കെ, കേക്കാവോ? കേക്കാവോ? വൈഫൈ എന്തോ കട്ടായി. പക്ഷെ അത് ബ്ലർ ആയിട്ടുണ്ട്. ഐ ക്യാൻ ഹിയർ യു. നമുക്ക് കേൾക്കാം. ബ്ലർ ആയി പോകുന്നുണ്ട്. അപ്പൊ ഇനി എന്നാ ആളുകൾ സിനിമ കാണട്ടെ. ഹലോ, നമുക്ക് കാത്തിരിക്കാം. ഹലോ, കേൾക്കാവോ? കേൾക്കാം. കേക്കാവോ? വൈഫൈ ഓക്കെ. എത്ര ദൂരെയാണ്? അതെ, വൈഫിനെ പിടിച്ച് അടുത്തിരുത്ത്. വൈഫൈ പറഞ്ഞിട്ട്. അല്ല, ഞാൻ പറയാ അവർക്ക് കൂടെ വേണ്ടിയിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഒരു വാലിഡേഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നെന്ന് പറയായിരുന്നു. അതെ, അവരും കാണട്ടെ, എല്ലാവരും കാണട്ടെ. എല്ലാവരും കണ്ടിട്ട് വിവരം അറിയിക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ എല്ലാവരും സിനിമ നാളെ കാണുക. പറഞ്ഞു നോക്കൂ, എല്ലാവരും ഓരോരോ ഭാഗത്തുനിന്ന്. എല്ലാവരും നാളെ തിയേറ്ററുകളിൽ ചെന്ന് കാണുക, നിങ്ങളെ അനുഗ്രഹിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നല്ല സിനിമയാണെങ്കിൽ അത് എല്ലാവരിലേക്കും അത് ആ ഒരു നല്ല വാർത്ത സ്പ്രെഡ് ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സന്തോഷം കാരണം നമുക്ക് ദിവസങ്ങളും ആവട്ടെ. ഇതിനൊക്കെ കാണുമ്പോഴേ ഇതിന് വളരെ ഒരുപാട് പേർക്ക് ആ സിനിമ കാണാൻ താല്പര്യമുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അറിയാൻ സാധിച്ചത് അങ്ങനെയാണ്. അപ്പൊ അവര് കാണട്ടെ, കണ്ടിട്ട് പറയട്ടല്ലേ? അങ്ങനെയാണല്ലോ, ആ സിനിമയുടെ കണ്ടിട്ട്, ഒരു സിനിമ കണ്ടിട്ട് അത് ആ സിനിമയുടെ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. അതെ, തീർച്ചയായിട്ടും അത് നല്ലൊരു അഭിപ്രായമായി മാറട്ടെ. അത് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ മാത്രമല്ല, എല്ലായിടത്തും ആ സിനിമ ഒരു ചർച്ചാ വിഷയമായി മാറട്ടെ. പിന്നെ അതിന്റെ പേര് തന്നെ അങ്ങനല്ലേ, പേട്രിയോട്ട് എന്നല്ലേ? അതൊരു ഭയങ്കര പേരല്ലേ, വലിയൊരു വികാരമാണ്. അതെ.
അപ്പൊ ആ അപ്പൊ അങ്ങനെ രീതിയിൽ ചെയ്യാം. തന്നെ എല്ലാവർക്കും നല്ലതാവട്ടെ. ഓക്കെ താങ്ക് യു ഓക്കെ എല്ലാവർക്കും. മമ്മൂക്ക, അതെ. അല്ല, ലാലേട്ട, അപ്പൊ കുറെ നാള് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കണ്ടപ്പോ കുറച്ചുകൂടെ സംസാരിക്കാൻ തോന്നുന്നു. അല്ലാതെ കാണുമ്പോ നിങ്ങളൊക്കെ ഓടിക്കളയില്ലേ? ഇതിപ്പോ എങ്ങോട്ട് ഓടിപ്പോകാൻ പറ്റില്ല. അപ്പൊ എല്ലാവിധ സ്നേഹം, പ്രാർത്ഥന. തീർച്ചയായിട്ടും പ്രേക്ഷകരോടും അതേ വികാരം. നല്ലൊരു സിനിമയായി മാറാൻ നിങ്ങളുടെയൊക്കെ ഒരു സഹായ സഹകരണം ഉണ്ടാകട്ടെ. സിനിമ ഇൻഡസ്ട്രിയുടെ വീല് കറങ്ങണമെങ്കിൽ ഇത്തരം സിനിമകൾ ഉണ്ടാകണം. ആ സിനിമ മുന്നോട്ട് പോകണം. എല്ലാ സിനിമകളും ഓടണം. അങ്ങനെയാണല്ലോ. അതെ, എല്ലാ സിനിമകളും അപ്പൊ ഓടണം. ഈ എല്ലാ സിനിമയും സിനിമകളും ഓടണം. ഓടുന്നതിന്റെ കൂടെ ഇത് നന്നായിട്ട് ഓടണം. അത് നമ്മുടെ ഒരു ദുരാഗ്രഹം. ചാക്കോച്ച, അപ്പൊ ചാക്കോച്ചന് ഞാൻ പ്രേക്ഷകന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ചാക്കോച്ചൻ എന്താണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ ഇടിച്ചു ഊത്തി കയറി കണ്ടിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഞാനും ഈ സിനിമ ഇന്ന് തന്നെ എനിക്ക് നേരത്തെ കാണാൻ പറ്റും ഈ സിനിമ. ഇല്ല, ആണോ? ഞാൻ രാത്രി കാണും, നിങ്ങൾ പകല് കാണും. അതെ, സമയം എല്ലാം ഒന്നായിരിക്കും, പക്ഷെ രാപകൽ മാറും. അതെ, നിങ്ങൾ പകല് കാണും, ഞാൻ രാത്രിയിൽ കാണും. അപ്പൊ നമുക്ക് സിനിമ കണ്ടിട്ട് പിടിക്കാം. അല്ല, അതിന് വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. രണ്ടും ഒരുപോലെ ആയിരിക്കത്തില്ലേ കാണുന്നത്? രാത്രിയും പകലും അല്ല, രാത്രി ഒരേ സമയമായിരിക്കും, പക്ഷെ രാപകൽ അല്ല, വ്യത്യാസം. സിനിമയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. കഥയിലൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ നല്ല ദിവസമായി മാറട്ടെ, നല്ല ഈവനിങ് ആയി മാറട്ടെ. വളരെ സന്തോഷകരമായിട്ട് നല്ല വാർത്തയുമായിട്ട് നാളെ ഉണ്ടാകട്ടെ. നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. ഓക്കെ മോനെ, ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് നൈറ്റ്.